വിവാഹം കഴിഞ്ഞ് 78ാമത്തെ ദിവസം മരണത്തിന് കീഴടങ്ങിയ റിതന്യയെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത്. ഇത് വിവാഹം കഴിക്കാൻ പോകുന്നവരും കഴിച്ചവരും ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നവരോടുമാണ് ഞാൻ സംസാരിക്കുന്നത്. ഭർത്തൃ വീട്ടിലെ കൊടിയ പീഡനം സഹിക്കവയ്യാതെ 27 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ യുവതി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അവൾ അവളുടെ അച്ഛന് ഒരു വോയിസ് റെക്കോർഡ് അയച്ചിരിക്കുന്നു. ഇനി തനിക്ക് ഒന്നും സഹിക്കാൻ കഴിയുകയില്ല. ഈ 78 ദിവസം താൻ അനുഭവിച്ച മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനവും അവഗണനകളും ഇനി എനിക്ക് പൊറുക്കാവുന്നതിലും അപ്പുറമാണ്. ഞാൻ അത്ര ഉറച്ച മനസ്സുള്ള ഒരു സ്ത്രീയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ എന്റെ മുന്നിൽ ഒന്നുമില്ല. ഇനി ഞാൻ ഒരു കാര്യം പെൺകുട്ടികളുടെ മാതാപിതാക്കളോടാണ് ചോദിക്കാനുള്ളത്. വിവാഹം കഴിഞ്ഞ് അവിടുത്തെ സാഹചര്യങ്ങൾ നിങ്ങളെ വിളിച്ചു പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടു വരാത്തത്? എല്ലാം മാറും എന്ന് ഉറച്ചു വിശ്വസിക്കാനായിട്ട് നിങ്ങളുടെ മകൾ മാത്രം വിചാരിച്ചാൽ ഒന്നും മാറുകയില്ല. ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കാതെ അവസാനം അവളുടെ ചേതനയറ്റ ശരീരം കിട്ടിയിട്ട് കിടന്ന് കരഞ്ഞിട്ട് എന്ത് കാര്യം? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങളെ വേണ്ടാത്ത ഇടത്തു നിന്നും, നിങ്ങളെ മനസ്സിലാക്കാത്ത, നിങ്ങളെ അവഗണിക്കുന്ന ആൾക്കാരിൽ നിന്നും ഇറങ്ങി പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ നിയമമുണ്ട്. ഗാർഹിക പീഡനം എന്നാണ് ആ നിയമത്തിന്റെ പേര്. 2005 പാസാക്കിയ ഗാർഹിക നിയമം. ഭർത്താവോ ഭർത്തൃ വീട്ടുകാരോ മാനസികമായോ ശാരീരികമായോ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചാൽ, വാക്കുകൾ കൊണ്ട് പോലും നോവിപ്പിച്ചാൽ അതിനെതിരെ പൊരുതുന്ന ഒരു നിയമമാണ് ഗാർഹിക പീഡനം. 498A. ഒരു കംപ്ലൈന്റ് നിങ്ങൾക്ക് പോലീസിൽ കൊടുക്കാമായിരുന്നല്ലോ. അല്ലെങ്കിൽ അവളോട് ഇങ്ങ് വരുമ്പോളെ നമുക്ക് നോക്കാം എന്നൊരൊറ്റ വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഉത്ര, വിസ്മയ, റിതന്യ ഇനിയും കണക്കുകൾ എടുക്കാൻ എനിക്ക് കഴിയുകയില്ല. കാരണം ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഒരു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. താൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ഭാര്യയെ അല്ലെങ്കിൽ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ, അവളെ അവഗണനയിൽ നിന്നും മറ്റുള്ളവരെ കുത്തുവാക്കുകളിൽ നിന്നും രക്ഷിക്കാൻ, അല്ലെങ്കിൽ അവൾക്കൊരു സുഖകരമായ ജീവിതം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വിവാഹത്തിന്